Hello guys, welcome back. Bros Cooking Fairലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഈസി ആക്കി ഉണ്ടാക്കാൻ പറ്റുന്ന വെട്ട് കേക്കിന്റെ റെസിപ്പിയുമായിട്ടാണ്. വീഡിയോയിലേക്ക് പോയാലോ? വെട്ട് കേക്കിനായി 4 എഗ്ഗ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. എഗ്ഗ് പൊട്ടിച്ച് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് എളുപ്പത്തിന് വേണ്ടിയാണ് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയത്. വിസ്ക് വെച്ച് മിക്സ് ചെയ്താലും മതി. 250 ml ഒരു കപ്പ് ഷുഗർ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഒരു പിഞ്ച് സാൾട്ടും കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ നെയ്യും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായി അടിച്ചെടുക്കാം. അടിച്ചെടുത്ത മിക്സ് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. കുറച്ചായി ചേർത്ത് കൊടുക്കാം. കുറച്ചായി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. 3 കപ്പ് മൈദയാണ് എനിക്ക് ആവശ്യമായി വന്നത്. 3 കപ്പ് മൈദയും ചേർത്തതിന് ശേഷം നന്നായി കൈകൊണ്ട് തന്നെ കുഴച്ചെടുക്കാം. ഒരുപാട് ടൈറ്റായി കുഴക്കാൻ പാടില്ല. സോഫ്റ്റ് ആയിട്ടാണ് കുഴച്ചെടുക്കേണ്ടത്. അതിന് മുകളിലൊക്കെ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഡ്രൈ ആവാതിരിക്കാൻ മുകളിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 1 മണിക്കൂറിന് ശേഷം കൗണ്ടർ ടോപ്പിലിട്ട് മാവ് ഞാൻ ഉരുട്ടിയെടുക്കുന്നുണ്ട്. ഇനി ഒരേ അളവിൽ വെട്ട് കേക്കിനായി കട്ട് ചെയ്തെടുക്കാം. ഞാൻ മാവെല്ലാം ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അധികം വലിപ്പത്തിൽ കട്ട് ചെയ്യണ്ട, ഉള്ളു വേവാൻ പണിയാവും. കട്ട് ചെയ്ത് വെച്ചതിനെല്ലാം സെന്ററിൽ ഒരു വെട്ട് കൊടുക്കാം. ഇതുകൊണ്ടാണ് ഈ കേക്കിന് വെട്ട് കേക്ക് എന്ന് വരാൻ കാരണം. പ്ലസ് പോലെ വേണമെങ്കിൽ വെട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. ഓയിൽ നന്നായി ചൂടാക്കിയതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. ഇനി കേക്ക് പീസുകളെല്ലാം ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ ഇടാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അകം വേകുകയില്ല. ഒന്ന് ചൂടാകുമ്പോൾ തന്നെ കേക്കൊക്കെ വീർത്ത് വരും. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചും മറിച്ചുമിട്ട് നന്നായി മൊരിച്ചെടുക്കാം. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നല്ലൊരു ഗോൾഡൻ കളറായ ഇത് കോരിയെടുക്കാം. അപ്പം നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാ കേക്കുകളും ഇതേപോലെ തന്നെ ചുട്ടെടുക്കാം. പുറത്ത് ക്രിസ്പിയും അകത്ത് സോഫ്റ്റുമായിട്ടുള്ള അടിപൊളി കേക്കാണ്. നിങ്ങൾ ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കൂ. ഇനിയൊരു നല്ല വീഡിയോ ആയി വരുന്നവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.